വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് നാളെ സ്കൂൾ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി നിർവഹിക്കും. മഴയ്ക്കൊപ്പം സ്കൂൾ തുറക്കുമ്പോൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയടക്കം വൈകുകയാണ്. വിവരങ്ങളുമായി MS വീണ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. വീണ, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ തന്നെ നാളെയാണ് സ്കൂളുകൾ തുറക്കുക. കുട്ടികളെല്ലാം അതിൻ്റെ ആ ഒരു ആകാംക്ഷയിലാണ്, സന്തോഷത്തിലാണ്. ചെറുക്ക് അല്പം സങ്കടമുണ്ട് അല്ലേ, വേനലവധി കഴിഞ്ഞല്ലോ എന്നുള്ളത്. എങ്കിലും എല്ലാവരും കാത്തിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ സ്കൂളുകളിൽ പലതും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും പലയിടങ്ങളിലും ഒരുക്കിയിട്ടുമില്ല. അത്തരത്തിലുള്ളൊരു ആധിയും ഒരു ഭാഗത്ത് നിൽക്കുകയാണല്ലേ. ഗുഡ് മോർണിംഗ് KP അശ്വതി. KP സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വേനലവധി കഴിഞ്ഞ് 2 മാസത്തെ കളിചിരികളൊക്കെ കഴിഞ്ഞ് കുരുന്നുകൾ നാളെ വിദ്യാലയത്തിലേക്ക് എത്തുകയാണ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. പുതിയ കുരുന്നുകളടക്കം സ്കൂളുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കളിച്ചും ചിരിച്ചും ഒപ്പം തന്നെ അല്പം സങ്കടവുമായും കൗതുകവുമായിട്ട് തന്നെയായിരിക്കും കുഞ്ഞുങ്ങൾ നാളെ എത്തുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 42 ലക്ഷത്തിലധികം കുട്ടികളാണ് അക്ഷരലോകത്തേക്ക് അല്ലെങ്കിൽ നാളെ പുതിയ അധ്യയന വർഷത്തിലൂടെ അറിവിന്റെ ലോകത്തേക്ക് ചുവടുവയ്ക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിന്റെ പ്രവേശനോത്സവം, സംസ്ഥാനതല പ്രവേശനോത്സവം നടക്കുന്നത് തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇത്തവണത്തെ ഈ ഒരു പ്രവേശനോത്സവത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത്തവണ ആഘോഷങ്ങളോ ആരവങ്ങളോ അല്ലെങ്കിൽ കുട്ടികളെ നിരത്തിയുള്ള ഘോഷയാത്രകളോ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഈ പ്രവേശനോത്സവം നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഗവൺമെന്റിൽ നിന്നുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതും പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അറിയാൻ സാധിക്കുന്നതും. ഈ ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട്, അധിക ചിലവ് ഒഴിവാക്കിക്കൊണ്ട് ഇത്തവണ ഒരു പ്രവേശനോത്സവം നടത്തുക എന്നുള്ള ആശയത്തിലാണ്. ഒപ്പം തന്നെ ഈ ഒരു പ്രവേശനോത്സവത്തിൽ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ തിരുവനന്തപുരത്തെ 2 MLA-മാരും മന്ത്രിമാരുമായ K മുരളീധരൻ, CP ജോൺ പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ആ പരിപാടികൾ നടക്കുമ്പോൾ കുരുന്നുകൾ പുതിയ അധ്യയന വർഷത്തേക്ക് അറിവിന്റെ ലോകത്തേക്ക് എത്തുന്നു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ആദ്യമായിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം മഴ കനക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ സ്കൂളുകളുടെ ഫിറ്റ്നസ് സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിലും പരിശോധനകൾ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. സംസ്ഥാനത്ത് കാലപ്പഴക്കം ചെന്ന അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള പരിശോധനകളൊന്നും തന്നെ നടന്നിട്ടില്ല. അത് പൂർത്തിയായിട്ടില്ല എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് ഒരു സർക്കാർ മാറി അധികാരത്തിലേറിയ ഒരു സമയം, പുതിയ വിദ്യാഭ്യാസ മന്ത്രി വരുന്ന ഒരു സാഹചര്യം, ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തേണ്ട പ്രവർത്തനങ്ങളിലടക്കം വൈകുന്നത് അല്പം ആശങ്കയ്ക്ക് ഇടയാക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മഴ കനക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും നമ്മൾ ഇതിനു മുമ്പ് വർഷങ്ങളിലും ഈ മഴയെ തുടർന്നുണ്ടാകുന്ന കെടുതികളിൽ ചില സ്കൂളുകളിലടക്കം ഈ കേടുപാടുകൾ സംഭവിക്കുന്നതും അത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന വാർത്തകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ തന്നെ ഈ പരിശോധനകളടക്കം വേഗത്തിലാക്കുവാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നാളെ ഈ സമയത്ത് മിക്ക വീടുകളിലും തിരക്ക് പിടിച്ചുകൊണ്ട് കുട്ടികളെയൊക്കെ സ്കൂളിൽ എത്തിക്കുവാനുള്ള തിരക്ക് തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നഗരത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ പുതിയ സ്കൂൾ അല്ലെങ്കിൽ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പുത്തൻ ബാഗും കുടയും പുസ്തകങ്ങളും ഒക്കെ വാങ്ങാൻ ഓടി നടക്കുന്ന രക്ഷിതാക്കളെയും കുട്ടികളെയും ഒക്കെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാളെ രാവിലെ 10 മണിക്കാണ് സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നത്. KP അശ്വതി.